ഹായ് എല്ലാവർക്കും നമസ്കാരം. ഷാജീസ് കോർണറിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പൊ നമ്മൾ ഇവിടെ വന്ന് നിൽക്കുന്നത് നമ്മൾ കണ്ണൂരാണ്. കണ്ണൂർ ഞങ്ങൾ ഒരു കുറേ പരിപാടികൾ കഴിഞ്ഞ് 3 ദിവസമായിട്ട് പരിപാടികൾ കഴിഞ്ഞാണ് ഇവിടെ വന്നേക്കുന്നത്. ഇവിടെ വന്ന കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പ്രേക്ഷകർ പല പ്രാവശ്യം നമ്മളോട് ആവശ്യപ്പെട്ട ഒരു സ്ഥലത്ത് പോകാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു അല്ലേ? അതെ, ആ സ്ഥലത്താണ് വന്നേക്കുന്നത്. ആ സ്ഥലം അതെന്ന് വെച്ച് പറയും പറ. ഇപ്പൊ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. കണ്ണൂർ എന്ന് പറഞ്ഞപ്പോ തന്നെ കണ്ണൂർ പെറ്റ് സ്റ്റേഷനിലാണ് വന്നേക്കണത്. അപ്പൊ ഇന്നലെ പെട്ടെന്ന് എടുത്ത തീരുമാനം എന്തായാലും ഇവിടം വരെ വന്നല്ലേ, തലശ്ശേരിയിൽ കൂത്തുപറമ്പ് അവിടെ വരെ വന്നതാണ് കണ്ണൂര്. അപ്പൊ എന്തായാലും ഇവിടെ ഒന്ന് വരാന്ന് വിചാരിച്ചിട്ട് ഇന്നലെ വൈകിട്ട് സാബിനെ വിളിച്ചു പറഞ്ഞു, എല്ലാം സെറ്റാക്കി ഇന്ന് രാവിലെ അവിടെ നിന്ന് പുറപ്പെട്ടാണ്. അപ്പൊ എന്തായാലും നമ്മള് അവിടെ നേരെ ചെന്നിട്ട് അവിടെയുള്ള കാഴ്ചകൾ എന്ന് പറഞ്ഞാൽ അതൊരു സ്വർഗമാണത്. ആ സ്വർഗം എന്താണെന്നുള്ളത് നിങ്ങളെല്ലാവരും ഞങ്ങൾ കാണിച്ചു തരാം. അത് ഡീറ്റെയിൽ ആയിട്ട് ഷൂട്ട് ചെയ്ത് കാണിച്ചു തരാം. പിന്നെ ഈ പറഞ്ഞ പോലെ സാബിയോടെ നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അപ്പൊ നമുക്ക് ഇവിടെ വന്നിറങ്ങി ഇൻട്രോ എടുക്കാൻ വേണ്ടി ഞങ്ങൾ ഈ ബീച്ച് സൈഡിൽ ഇറങ്ങിയതാണ്. അപ്പൊ എന്തായാലും എപ്പിസോഡിലേക്ക് പോലെ അങ്ങോട്ട് പോവാം. എവിടെ? അങ്ങോട്ട് പെറ്റ് സ്റ്റേഷനിലേക്ക്. ഓക്കെ, ഇതുവഴി കറങ്ങി ഒന്ന് കണ്ടുപോവാ. ഇറങ്ങി വാ. ബാക്കിൽ വലിച്ചിട്ടേ അയ്യാ നട്ടപ്പുറം ഇല്ലാതെ ദൈവമേ. ഈശ്വര വല്ല വൈകിട്ട് വന്നാ മതിയായിരുന്നല്ലേ. കണ്ണൂര് പെറ്റ് സ്റ്റേഷന്റെ ഫ്രണ്ടിലെത്തി. കുറെ കുഞ്ഞു കുട്ടികളൊക്കെ വന്നിട്ടുണ്ട് ഇവിടെ. അവരെല്ലാം ടിക്കറ്റ് എടുത്ത് അവിടെ കാണുവാണ്. നിങ്ങൾ എന്തായാലും തീർച്ചയായിട്ടും പെറ്റ് സ്റ്റേഷനിൽ വന്നോട്ടാ. ഈ വീഡിയോ കണ്ടു കഴിയുമ്പോഴത്തേക്ക് ഞങ്ങൾ പറയാതെ തന്നെ നിങ്ങൾ വന്നോളും. നല്ല വ്യൂ ആണ് ഇവിടെ, ബീച്ച് ഉണ്ട്. അതുപോലെ തന്നെ തിരിഞ്ഞ വ്യൂ ആണ്. തിരിഞ്ഞ് കാണിച്ചു കൊടുത്തേ. എന്താ സാബിനെ വിളിക്കണ്ടേ? നല്ല വിശേഷം. സുഖം. അപ്പൊ ഇതാണ്ട് അതിന്റെ ആള്. അതറിയാലോ, പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. എന്ത് എല്ലാം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാം. നമ്മുടെ സാബിയും കൂടെ എത്തിക്കോട്ടെ. ഇവിടെയൊക്കെ കിടപ്പുണ്ട് ആൾക്കാരൊക്കെ അവിടെ ഉണ്ട്, ചുറ്റോടിയിട്ടും ഉണ്ട്. പറഞ്ഞു തന്നെ അതെ. ചേട്ടായി എന്തായാലും എന്റെ കയ്യിൽ നിന്ന് പോയി. അവിടെ പിള്ളേരുടെ കൂടെ ഫോട്ടോ എടുക്കണമെന്ന് പറഞ്ഞ് ടീച്ചേഴ്സൊക്കെ അങ്ങോട്ട് വിളിച്ചിട്ട് പോയി. അപ്പൊ എന്തായാലും ഞാൻ ഒറ്റയ്ക്ക് കാണാൻ പോണേ. അതിനു മുമ്പ് നിങ്ങൾ വേണമെങ്കിൽ ഒന്ന് കണ്ടോ. എനിക്ക് വിശദമായിട്ട് കാണാനുണ്ട്. അന്നത്തെ പോലെ പുറത്തെല്ലാം ഇറക്കി യാത്രയ്ക്ക് കയറാം. പിങ്ക് കളർ മുഖത്ത് കാണുന്നില്ല, പിങ്ക് കളർ എന്ന് പറയുന്നത് അതിന്റെ മേറ്റിംഗ് ടെൻഡൻസി ഉണ്ടാകുന്ന സമയം. അതെല്ലേ? ആ സമയത്ത് ഭയങ്കര അഗ്രസീവ് ആയിരിക്കും. അതുകൊണ്ടാണ് സെപ്പറേറ്റ് ചെയ്തത്. അല്ലെങ്കിൽ രണ്ടാളും ഒരുമിച്ചാണ് ഉണ്ടാവാം. രണ്ടും മെയിലാണല്ലേ? എനിക്കായിട്ട് പോയി അത്ര പാക്കിംഗ് ചെയ്ത് കാണിക്കൂല. കളർ കുറഞ്ഞല്ലേ? ആ കളർ കുറഞ്ഞു. കത്തി നിൽക്കണ്ടത്ര. ഇതെന്ത് ഫുഡാ കൊടുക്കണേ? പിന്നെ പെല്ലറ്റ് മറ്റേ ഇതിന്റെ ലെയർ പെല്ലറ്റ്. ഇവരുടെ ഈ തൂവല് പോകോ? കൊഴിഞ്ഞു പോകും. സമയത്തിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവർക്ക് ഹാബിറ്റ് ഉണ്ട് കേട്ടോ. ഇങ്ങനെ പരസ്പരം. അല്ല, രണ്ടും മെയിലാണോ? രണ്ടും മെയിലാണ്. സാധാരണ ഒട്ടകപക്ഷിനെ കാണുമ്പോൾ രോമം തീരെ ഉണ്ടാവില്ലല്ലോ. അതിന്റെ മെയിൻ ആയിട്ട് റീസൺ ഈ അപ്പുറത്ത്
അപ്പൊ സെപ്പറേറ്റ് ആകുമ്പോൾ നല്ല ഫിനിഷിംഗ് ഉണ്ടാവും. ആ. ഇതിന് മേലേക്ക് കാണുന്നില്ല ഈ ഒരു ആ ആ, പോയത് പറഞ്ഞാൽ ഇത് കടിച്ചടിച്ച് പോയതാ. ഇപ്പൊ പുതിയത് ചേർന്ന് നോക്കിയാൽ നല്ല ഫിനിഷിംഗ്, നല്ല രസം. ആ നല്ല ഭംഗി. എന്നൊന്നും ചെയ്തിട്ടോ ഒന്നും ചെയ്യുന്നില്ല. ഇപ്പൊ കൂട്ടിലാക്കിയതിന്റെ ഒരു വിഷമമുണ്ടോ? ആ നേരത്തെ ഇവിടെ നടക്കുമായിരുന്നോ? രാവിലെ തുറന്നു അതെ അല്ലേ? പോയാലും തന്നെ ഒരു പ്രശ്നമല്ലേ, പ്രൈവസി ഉണ്ടാവില്ല. വീഡിയോ എടുക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. ആളായി പോയി. ചേട്ടായി അവിടെ ഫോട്ടോ എടുക്കാൻ വേണ്ടി വന്നിട്ടില്ല. ഞാനിപ്പോ ഒറ്റയ്ക്ക് നടക്കേണ്ട അവസ്ഥ വന്നുപോയി. സാബി രാവിലെ വിളിച്ചപ്പോൾ പറഞ്ഞ കുറച്ച് നേരത്തെ വരണോട്ടോ ഷാജിയേട്ടാന്ന് പറഞ്ഞിരുന്നാണ്. പക്ഷെ നമുക്ക് ബ്ലോക്ക് ഒക്കെ കിട്ടി വരാനായിട്ട് ലേറ്റ് ആയിപ്പോയി. അപ്പം അതുകൊണ്ട് നമ്മൾ വന്നപ്പോഴേക്കും സ്കൂൾ കുട്ടികളും പിന്നെ ഇവിടെ കാണാനുള്ള ആൾക്കാരും ഒക്കെ എത്തിപ്പോയി. നേരത്തെ വരണമെന്ന് വിചാരിച്ചാണ്, ഒന്നും നടന്നില്ല. ഇനിയിപ്പോൾ ചേട്ടായിക്ക് ഇത് കാണാൻ പറ്റുമോ എന്നറിയില്ല. അപ്പം എന്തായാലും നമുക്കത് നോക്കാം. ഇപ്പൊ വന്നിട്ട് നോക്കി സംസാരിക്കണം. അന്ന് നമ്മൾ വരുമ്പോ ഉണ്ടായിരുന്നത് അല്ലല്ല, അത് മരിച്ചുപോയി. അതിന് ശേഷം രണ്ടെണ്ണത്തിനെ കൊണ്ടുവന്നു. ആണും പെണ്ണും തൊട്ട് കൊണ്ടുവന്നത് രണ്ടുമാണായി പോയി. അങ്ങനെയല്ല, നമ്മുടെ കേശുവിന്റെ അവസ്ഥയാണ് കേട്ടാ. ആണും പെണ്ണും ഇട്ട് കൊണ്ടുവന്നാണ് ഇപ്പൊ ഒരാള് അതിന് DNA എടുത്തിട്ട് കൊണ്ടുവന്നേ. നാശാടെ അന്യന്റെ അടുത്ത് നിന്ന് പൂച്ചനെ മേടിച്ചു, മെയിലും മേടിച്ചിട്ട് കേശുവിന് പേരിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് പറഞ്ഞത് അത് പെണ്ണാണ്. ഇപ്പോഴൊരു പെണ്ണ് കേശവൻ എന്നുള്ള പേരിൽ വീട്ടിലുണ്ട്. ആദ്യത്തതിന്റെ മറ്റേത് ഫീമെയിലാന്നുണ്ടോ ഉമ്മ കുൽസു പേരിട്ടു, അത് മെയിലായി. എന്നിട്ട് രണ്ടെണ്ണം എടുത്താൽ രണ്ടാൾക്ക് ഉമ്മ കുൽസു പേരിട്ടു. രണ്ട് നോക്കുമ്പോഴേക്കാണ് അതിപ്പോ പേരിന്റെ പ്രശ്നം അറിയില്ല. ഇതെല്ലാം ഭയങ്കര ഫ്രണ്ട്ലി ആണേ. വിളിച്ചാ വരൂ. പാത്താണ് ഇത്. ഇത് പാത്തുവാ. എടുത്തോളാം പാത്തിനെ. അടിപൊളിയാണ്. ചിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇതിങ്ങനെ നോക്കുമ്പോ ചിരിക്കുന്ന പോലെ ശരിയാ, ചമ്മിയ ചിരികളൊക്കെ പാത്തു ഉള്ളല്ലേ പാത്തു. ഇത് നമ്മുടെ പേളിയുടെ അമ്മ. പേളിയുടെ അമ്മ. പേളി കുറച്ച് കൂടുതലാണ്. മറ്റേ മെയിൽ അധികമായിരുന്നു. അപ്പൊ ഞാൻ ഇവരെ ഭാഗത്തോടെ നിർത്തി. അല്ലല്ല, അതൊന്നുമില്ല. എന്നാലും ഒരു മെയിലിന് അതിനനുസരിച്ചിട്ട് ഒരു മെയിലിനാണ് അത് എവിടെ ഉണ്ടെങ്കിലും വിളിയായിട്ട് ഓടി വരും. ജീവനാ ജീവ ജീവ ശിവ ശിവ ജീവ ജീവ ശിവ. നമ്മള് പേളിയുടെ അമ്മച്ചിനെ കാണിച്ചില്ലല്ലോ. ജീവ ഇത് ഇവളുടെ പേര് ഇവിടെ വന്ന സുഹറ. സുഹറ പേര് ഇതൊക്കെ ഇവിടെ തന്നെ വെച്ചിട്ടാ. സൂറ. പേളിയുടെ അമ്മ കേട്ടോ ഇത്. സൂറത്ത ഇങ്ങ് നോക്കിയേ, നിന്റെ മോൾ അവിടെ ഉണ്ട്. ആണോ? അല്ല, പേളിയുടെ അടുത്ത് ഷൂട്ടിങ്ങിനൊക്കെ പോയിട്ട് അടുത്ത് ചെന്നിട്ടില്ലെങ്കിൽ പിന്നെ ചെല്ലുമ്പോ അവള് കിക്ക് ചെയ്യും. പേളി എന്നെ ഓടിച്ചിടും. എന്നെ ഓടിച്ചിടും, പറമ്പിലൊക്കെ ഓടിച്ചിടും. നമ്മൾ ആ വീടല്ലേ, വേറെ വീട്. അവർ 80 സെന്റ് സ്ഥലമുണ്ട്. അവളെ രാവിലെ അങ്ങോട്ട് അടിച്ചു കൂടി. ഇപ്പുറത്തോട്ട് പോരാ. വിളിച്ചാ ഓടി വരും. വിളിച്ചാ വരും. ഞാൻ ഇവർക്ക് ഭക്ഷണം കൊടുക്കാതെ വിചാരിച്ചാണ്. സൗണ്ട് കേൾക്കുന്നുണ്ടോന്ന് അറിയില്ല.
അത് സാരില്ല. അപ്പൊ നമ്മുടെ ക്യാമറയിൽ സ്റ്റിക്ക് ഉള്ളതുകൊണ്ട് അപ്പൊ എന്തായാലും നിങ്ങളാരും വീക്കെൻഡ് ഒന്നും നോക്കണ്ട, എപ്പോ വേണമെങ്കിലും വന്നു. ഇവിടെ വന്ന ഇതുപോലുള്ള സംഭവങ്ങൾ വേറെ ലെവലാ. വന്നാൽ നിങ്ങളെ പിന്നെ ഒരു തല്ലി വെക്കേണ്ടി വരും ഇവിടുന്ന് പോകാൻ സാധ്യത. കിച്ചും മീനും ഭയങ്കരമായിട്ട് ഞങ്ങളുടെ കിച്ചും മീനും വന്നോണ്ട് ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷേ മീനിന് എക്സാം കിച്ചും ക്ലാസ് അല്ല പെട്ടെന്ന് തീരുമാനിച്ചോണ്ടേ. ഓ എല്ലാരും വന്നിരുന്നല്ലോ. വാ വരുന്നില്ലേ? ആ അതെല്ലേ. ആ അവിടെ നിന്ന് ക്വാണ്ടിറ്റി കൂടുതൽ ഇവിടെ ആയി. അപ്പൊ അത് കാരണം ഇങ്ങോട്ട് വന്നത്. ഇതെന്താ ഇതൊക്കെ ഞാൻ 2 പ്രാവശ്യം ഒരു പ്രാവശ്യം ഇവിടെ വന്നിട്ടുണ്ടെങ്കിലും ഞാൻ ഇതൊന്നും ഈ ഒരു സുഖമൊന്നും കിട്ടിയിട്ടില്ല കേട്ടോ. അതെ, ഷൂട്ടിങ്ങിന്റെ തിരക്ക് പിന്നെ ഫോട്ടോ എടുക്കലായിരുന്നു ഇവിടെ കൂടുതൽ. ഞാൻ ഇവിടുത്തെ ഒരു ജീവിനെ പോലെ ആയിരുന്നു അന്ന്. അതെ അതെ, ആ ഷൂട്ടിൽ ഫോട്ടോഷൂട്ട് മാത്രം. ചില്ല് കൊടുക്കണം കേട്ടോ. ഞങ്ങൾ പോട്ടെ. ഇതിനേക്കാളും രസം അപ്പുറത്തെ സ്മോൾ കണ്ണൂറുണ്ട്. അവര് കറക്റ്റ് ചോദിച്ചോളൂ. ഇവിടെ എന്താ കുട്ടിയാണല്ലേ? അപ്പൊ അടുത്ത ആൾക്കാർ കേട്ടാ. എങ്ങനെയുണ്ട്? ഇതിപ്പോ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പോ പറഞ്ഞ പോലെ ഒന്നും അല്ല. ചെറുതായിട്ട് സംസാരിക്കട്ടെ. അടിപൊളി. എങ്ങനെയുണ്ട് അനുഭവം? എങ്ങനെയുണ്ട്? നല്ല രസമുണ്ട്. ഞാൻ വീഡിയോസിലൊക്കെ കാണാറുണ്ടെങ്കിലും ഇങ്ങനെ ശരിക്കും വീഡിയോ മാത്രം കണ്ടാൽ പോരെ, ഇങ്ങനെയും കൂടി ഒന്ന് കണ്ടു നോക്കണം. അതെ, നമ്മളെല്ലാരും വീഡിയോ കണ്ടിട്ടിരിക്കണല്ലേ. അപ്പൊ വീഡിയോ മാത്രം കാണരുത്, നമ്മൾ നേരിട്ട് വന്ന് കാണണം. നേരിട്ട് വന്ന് കണ്ട് ഇത് അനുഭവിക്കണം. എന്നെ കടിക്കോ? പുള്ളിക്കാരൻ എന്തിനൊക്കെയോ തൊപ്പി തൊപ്പി തൊപ്പി. ഹലോ, പേരെന്താ? റിയോ. റിയോ സാബിക്കെല്ലാം ബൈഹാട്ടാണല്ലേ? പറഞ്ഞിട്ടില്ല, ഇവിടെ എല്ലാവർക്കും പേരുണ്ട്. പേരില്ലാത്ത ആരും ഇല്ല കേട്ടോ. ഓക്കെ. നമ്മൾ 2 സ്റ്റെപ്പ് വെച്ചു. 2 സ്റ്റെപ്പിനുള്ളിലാണ് ഇത്രയും ആൾക്കാർ ഇവിടെ കണ്ടത്. ഇനിവേ അങ്ങോട്ട് കിടക്കുകയാണ് ആൾക്കാർ. എന്റെ നല്ലതായിട്ട് ഒരാള്
ചെറുതൊന്ന് കട്ട് ചെയ്തിട്ടോ. ഭയങ്കരമായിട്ട് സംസാരിക്കുന്ന ആളാട്ടോ. നീ ആരുടെ എടുക്കാന്നുള്ള ചോദിക്കുന്നു. നീ ആരുടെ എടുക്കാറുണ്ട്? എന്താ എന്താ പറയണേ? എന്താ പറയണേ? അവളെ കണ്ടിട്ടുള്ള കലിപ്പാണ്. അവളെ തൊട്ട് കഴിഞ്ഞാൽ അപ്പൊ പോസസീവ്നെസ് പുറത്തേക്ക് വരും കേട്ടാ. കടിയോട് കടിയാണ്. അപ്പൊ നമ്മള് ഇവിടെ വെച്ച് നോക്കണ്ട, അവനെ പോയിട്ട് തൊട്ട് കഴിഞ്ഞാല് സ്വഭാവം മാറും. ചെറുതൊന്നും ബ്രേക്ക് ചെയ്തിട്ടൊന്നുമില്ലേ? എന്തൊക്കെയോ പറയുന്നുണ്ട് കേട്ടോ. എന്തൊക്കെ പറയുന്നൊക്കെ പറയും. എന്തൊക്കെയാ പറയണേ? എന്താ പറയണേ? എന്താ പറയണേ? ഡാൻസ് കളിച്ചേ. ഇതാരാ നോക്കിയേ? ഇതാരാ? ഷാജിയേട്ടൻ പറഞ്ഞേ. ഷാജി എന്ന് പറഞ്ഞേ. രണ്ടുപേരും ഒരേ കളറായതുകൊണ്ട് ചിലപ്പോ ഷോള് അങ്ങോട്ട് ഇടാനായിരിക്കും. വേണോ? ഓ നന്നായിട്ട് സംസാരിക്കുന്ന ഏറ്റവും കൂടുതൽ പറയുന്നത്. അത് നമ്മളെല്ലാവരോടും പറയുന്നത് കേൾക്കുന്നുണ്ടല്ലോ. നന്നായിട്ട് സംസാരിക്കോ? നന്നായിട്ട് സംസാരിക്കോ? അതെന്താ അറിയോ, ഇവിടെ വന്നിട്ട് ഓരോരാൾ ഓരോന്നല്ലേ പറഞ്ഞു. അപ്പൊ ഇവന്റെ നേരത്തെ എന്താ പറഞ്ഞതായിരിക്കും ഇപ്പൊ പറയുന്നത്. ഇതില് വേറെ ഒന്നുമല്ല. ഇവിടെ വരുന്നത് കണ്ണൂർ, ആലപ്പുഴ, കൊല്ലം, കാസർഗോഡ്, എന്താണ് കോഴിക്കോട്, ഇതെല്ലാ ഭാഷയും കൂടി മിക്സ് ചെയ്ത് പഠിച്ചിട്ട് ഏത് ഭാഷ വരുന്നത് അതാ പ്രശ്നം. ഗുഡ് ബൈ ആണ്, ഗുഡ് ബൈ ആണ്. അടുത്ത പണിക്കാര് ബംഗാളികളും കൂടി ആണ്. അപ്പൊ പിന്നെ തീർന്ന്. എന്തായാലും അടിപൊളി, സൂപ്പർ സൂപ്പർ. അറിയുന്ന ധൈര്യത്തിൽ പുറത്തിറക്കുന്നതിന്റെ റീസൺ എന്താ? അവനെ കാണിച്ച അപ്പൊ വരും എവിടെ ആണെങ്കിലും. നമ്മളെ പോലെ ഒന്നല്ല, ഭയങ്കര എന്തൊക്കെയോ ഇങ്ങോട്ടേക്ക് തിരിഞ്ഞേക്കാം, അപ്പുറം നിർത്തും. നല്ല ക്ലോസ് ആയിട്ട് എടുത്തു. പക്ഷെ നമുക്ക് പറയാം. അല്ല അതുള്ളു അതല്ലേ? അല്ല, ഇവിടുന്ന് പോയ ആളാണ് ഇതില് വന്നത് ഇപ്പൊ. അവിടെ ഉണ്ട്. അത് വേറെ തെറ്റാട്ടാ. സൂപ്പർ വർക്സ്. ഇതെങ്ങനെ നമുക്ക് പ്ലക്കർ ഉപയോഗിച്ചെടുക്കാം, അല്ലെങ്കിൽ അതിന്റെ ചിലപ്പോ പല്ലിങ്ങനെ കൊടുക്കുന്ന സമയത്ത് തട്ടും. അപ്പൊ ഞാൻ എനിക്കുണ്ടോ? എനിക്കുണ്ടത്. അതിങ്ങനെ പ്ലക്ക് ചെയ്തിട്ട് ഓരോന്നോരോന്ന് കൊടുക്കാം. അപ്പൊ കയ്യിൽ വന്നിട്ട് എടുത്തോളൂ. അത് അപ്പൊ അതിന്റെ ശരിയായ പൊസിഷനിൽ വന്ന് വെക്കുക. രണ്ട് കാലിൽ നിന്നിട്ട് നേരെ കൊടുക്കാം മതി. അപ്പൊ കൊടുക്കാം. വീട്ടിലേക്ക് കയറിക്കാം. ശരി.
ആ ഇപ്പൊ കിട്ടുന്നുണ്ട്. രണ്ടാമത് കുടിക്കുക ചിക്കൻ കഴിച്ചോട്ടാ. അപ്പൊ എന്തായാലും കണ്ടല്ലോ, ഫീലിംഗ് വന്നിട്ടുണ്ട്. കാരണം നമുക്കേ ആൾക്കാർ ഭക്ഷണത്തിനോടുള്ള താല്പര്യത്തിൽ കുറവുള്ള ആൾക്കാരൊന്നും ഉണ്ട്. അടിപൊളി അടിപൊളി. ഫോട്ടോ പോയി Vamos. Vamos. Sit. Vamos. Good boy. പിടിച്ചോ, അത് എന്റെ ആളാവും. കം അത് വേറെ ആൾ കുടിക്കുന്നത് ഇഷ്ടപ്പെടില്ല. ആണോ? ദേഷ്യക്കാരനാണോ? അവിടെ സിറ്റിയേക്ക. കം കം. Vamos, vamos, vamos. ഇവിടെ സിറ്റിയേക്ക്. Sit, 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 sit. Vamos. Sit. Sit. അതിന്റെ ഓണർ പറഞ്ഞാലേ അവൻ കേൾക്കുള്ളൂ. അറിയോ? നല്ല ഫ്രണ്ട്ലിയാ. റാമോസാ? റാമോസ് റാമോസ്. തന്നെ കുറച്ച് പേര് ആ നമ്മൾ കൂടുതൽ സംസാരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാവരും കാണിക്കാനായിട്ട് ബുദ്ധിമുട്ട് വരും. അപ്പൊ അതുകൊണ്ട് നമ്മൾ വീഡിയോ എടുക്കുക, എന്നിട്ട് പുറകെ ഞങ്ങൾ സംസാരിക്കാം അല്ലേ? നോക്കൂ. അനീസിനൊന്ന് പിടിക്കണോ? ഫോട്ടോ എടുത്തു തരും. ഇരുന്നു ഇവിടെ ഒരു പ്രാവശ്യം എനിക്ക് പ്ലീസ്, എനിക്ക് വേണ്ടി. എന്തെല്ലോ പന്തിയിടും. എല്ലാരും വന്നിട്ടായിരിക്കും. ആണോ? I know you told your friend you're not okay, and tell me what's wrong and why you never said you felt that way. Guess you're trying to stay strong and fake a smile until I look away. But I've known you too long, it hurts to watch your blue eyes fade to gray as you fade away, as you fade away. Yeah, I'm about to fade away, 'cause every time I wake up I feel like it's Monday. Something's going wrong with all the chemicals up in my brain. All of a sudden I don't look at